ഇറ്റ്സ് ദ റിതം ഓഫ് മൈ ലൈഫ് എന്ന് പറയുന്നത്. എൻ്റെ ഹൃദയമിടിപ്പ് എന്ന് പറയുന്നത് ഇത് ശരിക്കും സത്യമാണ് ഞാൻ പറഞ്ഞത്. ഞാനത് പഠിച്ചു പറഞ്ഞ കാര്യമില്ല. എൻ്റെ ഹൃദയമിടിപ്പ് എന്ന് പറയുന്നത് സാരിയാണ്. ഒത്തിരി വീഴ്ചകളുണ്ടാകും അല്ലേ? നമ്മളൊന്ന് വീണ് കിടക്കും, ചിലപ്പോൾ വെറുതെ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ചിലപ്പോൾ കരയേണ്ടതായി വരും, ബിസിനസ് ചിലപ്പോൾ ഡൗൺ ആവും, നമ്മൾ പ്രതീക്ഷിക്കുന്ന ബിസിനസ് കിട്ടാതെ വരും. ഒരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ട് ഒരാളെ കല്ലെറിയുന്നതിന്. കല്ലെറിഞ്ഞ് അത് തളരുന്നില്ലെന്ന് വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ അവനെ ഉപേക്ഷിച്ചിട്ട് അടുത്ത ആളെ കല്ലെറിയാൻ പൊക്കോളും. ആ സാച്ചുറേഷൻ പോയിന്റിൽ നമ്മൾ എത്തണം. ആ പോയിന്റിൽ എത്തുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. ലക്ഷങ്ങൾ സ്ക്വയർ ഫീറ്റിലുള്ള സ്റ്റോഴ്സ് ഉള്ള നാട്ടിൽ 10,000 സ്ക്വയർ ഫീറ്റിലൊരു കടയിൽ ഇരുന്നുകൊണ്ട് പറയുമ്പം അത് ചെറുതായിട്ട് പറഞ്ഞാൽ പറ്റില്ല. പഴയ കാലത്തെ ആ റെഡും പച്ചയും മെറൂണിൽ നിന്നൊക്കെ മാറിയിട്ട് ഏത് കളറും നല്ലതാണെങ്കിൽ സാരി എനിക്ക് ചേരുമെങ്കിൽ അതെൻ്റെ മന്ത്രകോടിയാക്കാം. വൈകുന്നേരം വന്നിട്ട് അരിയും പയറും ഗവൺമെൻറ് കൊടുത്തു. പിള്ളേർ ബിസ്ക്കറ്റും പാലും ഒക്കെ കഴിച്ച പിള്ളേർക്ക് ഈ അരിയും പയറും വെച്ച് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് വേണ്ടത് ഇതാണെന്ന് അവർ സങ്കടത്തോടുകൂടി പറയുന്നതിന് മുമ്പേ അറിഞ്ഞ് നമ്മൾ കൊടുക്കണം. നമ്മളുണ്ടാക്കുന്ന പൈസയുടെ 60% നമ്മൾ എക്സ്പെൻസ് ചെയ്തില്ലെങ്കിൽ ബാക്കിയുള്ളവരെങ്ങനെ ജീവിക്കും? ഞാൻ എൻ്റെ സ്റ്റാഫിനെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. നിങ്ങൾ കൂടുതൽ കഥയൊന്നും പറയേണ്ട അവരോട്. കല്യാണം നടത്തിയില്ലെങ്കിൽ പൂക്കാരന് പണിയില്ല, ഉണ്ടോ? ഈ പന്തലടിക്കുന്നതിന് പണിയില്ല, ഫുഡ് ചെയ്യുന്ന കേറ്ററിംഗുകാർക്ക് പണിയില്ല. എനിക്ക് ഞാൻ നല്ലതായിട്ട് വെൽ ഡ്രസ്ഡ് അപ്പ് ആണെങ്കിൽ എൻ്റെ അന്നത്തെ ദിവസം ഭയങ്കര എഫക്റ്റീവാണ്.